Hi, how are you? I'm Mayadevi from Royal School of English. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഇംഗ്ലീഷൊക്കെ എല്ലാവരും നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടല്ലോ. ഇംഗ്ലീഷിൽ മറക്കരുതാത്ത യൂസേജിൽ മറക്കരുതാത്ത ഒരു കൺസ്ട്രക്ഷനാണ് ഇഫ് ക്ലോസ്. ഇഫ് ക്ലോസ് എന്നുള്ളതിന് പല പേരുകളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കണ്ടീഷണൽസ് എന്ന് കേട്ടിട്ടുണ്ട്. നമുക്ക് എപ്പോഴെങ്കിലും എങ്കിൽ എന്ന് പറയേണ്ടി വരുമ്പോൾ യൂസ് ചെയ്യുന്ന ക്ലോസ് ആണ് ഇഫ് ക്ലോസ്. ഇത് നമുക്ക് അതിനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെട്ടാലോ? ഏത് ഇന്റർനാഷണൽ എക്സാം എഴുതിയാലും IELTS, OET, PT, OETക്കകത്ത് അധികമായി നമ്മൾ ഇഫ് എഴുതുന്നില്ല, പക്ഷെ നമുക്ക് റീഡിങ്ങിൽ ഇത് ഒരുപാട് സ്ഥലത്ത് കാണേണ്ടി വരുന്നു. അപ്പോൾ മീനിങ് മനസ്സിലാക്കിയില്ലെങ്കിൽ ആൻസേഴ്സ് തെറ്റാൻ വളരെയധികം ചാൻസ് ഉണ്ട്. അതാണ് ഇഫ് ക്ലോസ്. അപ്പോൾ ഇഫ് ക്ലോസിനെ മൂന്നായിട്ട് ഞാൻ തിരിക്കുകയാണ്. കണ്ടീഷണൽ, പോസിബിൾ കണ്ടീഷണൽ, പ്രോബബിൾ കണ്ടീഷൻ ആൻഡ് ഇമ്പോസിബിൾ. പേരൊന്നും കേട്ട് പേടിക്കേണ്ട. നമുക്ക് ഇഫിന് രണ്ട് പോർഷൻസ് ഉണ്ട്. ഇഫ് കൂടെ എഴുതുന്ന പോർഷൻ കോമ മെയിൻ ക്ലോസ്. അതിനെ നമ്മൾ സബോർഡിനേറ്റ് ക്ലോസ് എന്നും മെയിൻ ക്ലോസ് എന്നും വിളിക്കാം. അതായത് മീനിങ് പൂർണ്ണമായിട്ടും നമുക്ക് മനസ്സിലാവുന്നതിനെയാണ് മെയിൻ ക്ലോസ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഐ വെന്റ് ദെയർ, മനസ്സിലായി മീനിങ്. അതേസമയം ഇഫ് ഐ ഗോ ദെയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മീനിങ് ക്ലിയർ ആയിട്ട് കംപ്ലീറ്റ് ആവില്ലല്ലോ. അങ്ങനെയുള്ള പോർഷനെയാണ് ഇഫ് ക്ലോസ് എന്ന് വിളിക്കുക. ഇഫിന് മാത്രമല്ല, എപ്പോഴാണോ ഒരു സെന്റൻസ് സ്ട്രക്ചർ പറയുന്നു പക്ഷെ പൂർണ്ണമായിട്ട് മീനിങ് കിട്ടിയില്ല എങ്കിൽ അവരെ വിളിക്കുന്നത് സബോർഡിനേറ്റ് ക്ലോസ് ഓർ ഡിപ്പെൻഡന്റ് ക്ലോസ് എന്ന് വിളിക്കും. പൂർണ്ണമായ മീനിങ് കിട്ടുന്നത് ഇൻഡിപെൻഡന്റ് ക്ലോസുമാണ്. അപ്പം എപ്പോഴും ഇഫ് പോർഷൻ ഉള്ള ക്ലോസ് ഡിപ്പെൻഡന്റ് ക്ലോസ് ആയിരിക്കും, മറ്റേ പോർഷൻ ഇൻഡിപെൻഡന്റ് ക്ലോസും ആയിരിക്കും. പിന്നെ ഇനി ഇഫ് ക്ലോസ് ആണ് ആദ്യം എഴുതണമെങ്കിൽ ഇഫിന്റെ പോർഷൻ കഴിഞ്ഞിട്ട് യു ഹാവ് ടു പുട്ട് എ കോമ ഇടണം. അത് കഴിഞ്ഞിട്ട് വേണം മെയിൻ ക്ലോസ് എഴുതാൻ. അതേസമയം മെയിൻ ക്ലോസിലാണ് സെന്റൻസ് തുടങ്ങണമെങ്കിൽ കോമയുടെ ആവശ്യമില്ല, കണ്ടിന്യൂസ് ആയിട്ട് പോകും. ഫോർ എക്സാമ്പിൾ, ഇഫ് യു കം ടു മീ കോമ ഐ വിൽ എക്സ്പ്ലെയിൻ. അതേസമയം ഐ വിൽ എക്സ്പ്ലെയിൻ ഇഫ് യു കം ടു മീ ആണെങ്കിൽ കോമയുടെ ആവശ്യമില്ല. അപ്പോൾ പങ്ക്ച്വേഷനും ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ലെറ്റ്സ് സ്പീക്ക് അബൌട്ട് ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഇഫ് ക്ലോസസ്. അതിനെ വിളിക്കുക പോസിബിൾ ക്ലോസസ് എന്നാണ്. ആദ്യം മനസ്സിലാക്കണം, ഇഫിന്റെ പോർഷൻ അതായത് മെയിൻ ക്ലോസിലും സബോർഡിനേറ്റ് ക്ലോസിലും ഒരേ ടെൻസേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം പോസിബിൾ ക്ലോസസിൻ്റെ അകത്ത് ഇഫ് ക്ലോസിൻ്റെ അകത്തും മെയിൻ ക്ലോസിലും നമ്മൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. അതായത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. If we take an example, if she asks a doubt, her teacher will explain it. If she asks, ASKS, simple present tense ആണ് അല്ലേ? അപ്പോൾ മെയിൻ ക്ലോസിൽ ഉപയോഗിക്കേണ്ടത് പ്രസന്റ് ഓക്സിലറി പ്ലസ് V1 ആയിരിക്കും. അപ്പം പ്രസന്റ് ഓക്സിലറി എന്ന് പറയുന്നത് വിൽ, ക്യാൻ, ഷാൾ, മേ അല്ലെ, മസ്റ്റോ, അങ്ങനെ ഏതെങ്കിലും മീനിങ്ങിനനുസരിച്ചാണല്ലോ വരുന്നത്. ഇപ്പം നമ്മൾ ഉദ്ദേശിച്ചത് ഡൗട്ട് ചോദിച്ചിരുന്നെങ്കിൽ ടീച്ചറിന് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുമായിരുന്നു എന്നാണ്. ഇഫ് ഷീ ആസ്ക്സ് എ ഡൗട്ട്, ടീച്ചർ ക്യാൻ ഓർ ടീച്ചർ മേ ഓർ ടീച്ചർ വിൽ, മീനിങ്ങിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? അപ്പം അത് ഇതായത് ഡൗട്ട് ഇതുവരെയും ചോദിച്ചിട്ടില്ല, ഇനി ഡൗട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോഴാണ് നമ്മൾ ഈ ഇഫ് ക്ലോസസ് യൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അതിൻ്റെ പേരും പോസിബിൾ ഇഫ് ക്ലോസസ് എന്നാണ്. ഇഫ് പോസിബിൾ കണ്ടീഷൻ എന്നാണ് നമ്മൾ ഈ ടൈപ്പ് ഓഫ് ഇഫ് ക്ലോസിനെ വിളിക്കുന്നത്. ഫോർ അനദർ എക്സാമ്പിൾ, ഇഫ് ഐ റൈറ്റ് എക്സാം, ഐ പ്ലൂറൽ ആയിട്ടാണ് എടുക്കുന്നത്, സിംഗുലർ ആണെങ്കിൽ പോലും. അപ്പം ഇഫ് ഐ റൈറ്റ് എക്സാം ഐ വിൽ പാസ്. ഞാൻ എക്സാമിനേഷൻ എഴുതിയാൽ പാസ്സാവും, നമ്മൾ ഷുവറാണ്. അപ്പം അതുകൊണ്ടാണ് ഐ റൈറ്റ് ഐ വിൽ പാസ് എന്നുള്ളത്. ദെൻ ഇഫ് ഐ ഗോ സംവെയർ, if I go to a museum, I can understand it. If she brings it, അവൾ കൊണ്ടുവന്നാൽ we may share it. കണ്ടോ, രണ്ടിടത്തും പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുള്ളൂ. പക്ഷേ ഇഫ് ക്ലോസിൽ മാത്രമാണ് മെയിൻ ടെൻസുകൾ ഉപയോഗിക്കുക. അതായത് സിമ്പിൾ ടെൻസ് ഇഫ് ക്ലോസിലും മെയിൻ ക്ലോസിൽ ഓക്സിലറി പ്ലസ് V1 ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ പോസിബിൾ കണ്ടീഷൻ മനസ്സിലായല്ലോ അല്ലേ?